ഇന്ന് ഞാൻ ഉസ്ബും കൂടി ഞങ്ങളുടെ കൊച്ചു ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വായന തുടങ്ങി. ഇസ്ബു എന്നെക്കാളും മുമ്പ് വായിച്ചു തീരാറായി. അങ്ങനെ അവൾ വേഗം വന്ന് എന്നെ അടുത്തിരുന്ന് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു പിന്നെ അവൾ അവളുടെ കഥ പറച്ചിലങ്ങ് തുടങ്ങി. ഈ പാട്ട് 1962 ലോകം യുദ്ധഭീതിയിലായിരിക്കുമ്പോഴാണ് എഴുതിയത്. നോയൽ റഗയും ഭാര്യ ഗ്ലോറിയ ഷെയ്നും സമാധാനം കൊണ്ടുവരാൻ പാട്ട് എഴുതാൻ ആഗ്രഹിച്ചു. അവർ ചിന്തിച്ചു ക്രിസ്മസിന്റെ സന്ദേശം എങ്ങനെ വ്യാപിപ്പിക്കാമെന്ന്. സമാധാനത്തിന്റെ സന്ദേശം ആ ക്രിസ്മസ് രാത്രി മാലാഖമാരിൽ നിന്ന് ഇടയന്മാരിലേക്കും ഇടയന്മാരിൽ നിന്ന് ജ്ഞാനികളിലേക്കും വ്യാപിക്കുന്നതായി ഈ പാട്ടിൽ പറയുന്നു. ഒടുവിൽ എല്ലാവരും കേൾക്കുന്നത് സമാധാനത്തിനായി പ്രാർത്ഥിക്കൂ ജനങ്ങളെ എന്നതാണ്. ഇതൊരു ആധുനിക പാട്ടാണ്. യേശു ലോകത്തിൽ സമാധാനം കൊണ്ടുവരാനാണ് വന്നതെന്ന് ഈ പാട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കല എന്നും മുതൽക്കൂട്ടാണ്. അതൊരു അത്ഭുതമാണ്. സൃഷ്ടാവ് സ്വയം സൃഷ്ടിയായി മാറിയതാണ് ഏറ്റവും വലിയ അത്ഭുതം.